നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കരുവണ്ണൂർ ആഞ്ഞോളിമുക്കിൽ RS ഹെർബൽ ഹോംമെയ്ഡ് സോപ്പ് യൂണിറ്റ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. സിനി ആർട്ടിസ്റ്റ് ജസീൽ ജമാൽ ഉദ്ഘാടനം ചെയ്തു. നണ്ടവണ്ണൂർ പഞ്ചായത്തിലെ 6-ാം വാർഡ് കരുവണ്ണൂർ ആഞ്ഞോളിമുക്ക് AB റോഡിൽ കളയംകുളത്ത് റീന സത്യനാണ് ആയുർവേദ സോപ്പ് യൂണിറ്റ് വീട്ടിൽ ആരംഭിച്ചത്. RS നാച്ചുറൽ ഹെർബൽ ഹോംമെയ്ഡ് സോപ്പ് എന്ന പേരിലാണ് യൂണിറ്റ്. സിനി ആർട്ടിസ്റ്റ് ജസീൽ ജമാൽ ഉദ്ഘാടനം ചെയ്തു. ആൾക്കാരോട് പ്രത്യേകിച്ച് ഓഫീസിലായിട്ടോ അല്ലെങ്കിൽ മുഖവരായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സത്യേട്ടൻ തുടങ്ങിയൊരു സംരംഭമാണ്. അപ്പം നമ്മുടെയും കൂടി സംരംഭമാണ് ഇത് വിജയിപ്പിക്കേണ്ടത് നിങ്ങളെയും എൻ്റെയും കടമ തന്നെയാണ്. പിന്നെ ഈ സോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ക നാച്ചുറൽ ഐറ്റംസ് ആണ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്ന ലിസ്റ്റ് കണ്ടിട്ടില്ലേ? എല്ലാം നമ്മുടെ നാട്ടിൻപുറത്തു നിന്ന് കിട്ടുന്ന പപ്പായ, ആട്ടുംപാല്. പണ്ട് ഈ കഥകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആട്ടുംപാല് കുടിക്കുന്ന രാജകുമാരൻ അല്ല രാജകുമാരി, ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആട്ടുംപാലാണിത്, നല്ല സോപ്പാണ്. നമുക്കൊക്കെ ഇത് ഉപയോഗിച്ച് നോക്കാം. ഒരുവിധം എന്താ പറയുക, പിന്നെ കെമിക്കലും അടങ്ങാത്ത സാധനമാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് വാങ്ങിക്കാന്ന് വെച്ചിട്ട് നമ്മൾ മറ്റു സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക. പക്ഷേ സോപ്പ് മാത്രം വേണ്ട. സോപ്പ് നമ്മളെ സത്യത്തിൻ്റെ സോപ്പ് ഇത് നമ്മൾ ഉപയോഗിക്കുക. സോപ്പ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഉദ്ഘാടനത്തിന് തയ്യാറായതെന്നും ജനങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണമെന്നും ജസീൽ പറഞ്ഞു. പപ്പായ, റോസ്, നാൽപ്പാമരം, ഷിയ ബട്ടർ, ആട്ടിൻപാൽ, കുങ്കുമം, ഓറഞ്ച്, രക്തചന്ദനം, മഞ്ഞൾ, വേപ്പ്, ക്യാരറ്റ്, തേൻ എന്നിവ ചേർത്ത് 19 തരം സോപ്പുകളാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നതെന്നും കുടുംബശ്രീയിലെ പരിശീലനത്തിന് ശേഷമാണ് സോപ്പ് യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുണ്ടായതെന്നും റീന പറഞ്ഞു. ഞാൻ റീന, ഇതിൻ്റെ ഭർത്താവാണ്. ഞാൻ ഒരു സ്വയം തൊഴിൽ ആക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ ഒരു സോപ്പ് നിർമ്മാണമാണെന്ന് വിചാരിച്ചത്. അത് കുടുംബശ്രീ വഴി ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ അവിടുത്തെ അതുകൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് ആയുർവേദ സോപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ ഓപ്പൺ ചെയ്തു. ഈ 19ഓളം സോപ്പുകൾ ഇന്നലെ നിർമ്മിച്ചു. ഇനിയും കുറച്ച് സോപ്പും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അത് അടുത്ത വീടുകളിലായിട്ടൊക്കെ ഇന്നലെ കുറേ വിൽപ്പന ചെയ്തു. ഇനിയിപ്പോൾ കൂടുതലായിട്ട് വിൽപ്പന ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. റീനയെ സഹായിക്കാൻ ഭർത്താവ് സത്യനും ഒപ്പമുണ്ട്. ഇനി വിപണിയാണ് കണ്ടെത്തേണ്ടത്. സോപ്പ് ആവശ്യമുള്ളവർക്ക് പണമടച്ചാൽ കൊറിയറിൽ എത്തിച്ചു നൽകും. 50 ഗ്രാം സോപ്പിന് 25 രൂപയും 100 ഗ്രാം സോപ്പിന് 50 രൂപയുമാണ് വില ഈടാക്കുന്നത്. ഇപ്പോൾ സമീപവാസികൾ സോപ്പ് വാങ്ങാൻ വീട്ടിലെത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഇന്നലെ മുതൽ RS നാച്ചുറൽ ഹെർബൽ സോപ്പ് വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ്. വിപണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടും ഭാഗത്താണ് ആദ്യമായിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ കുടുംബശ്രീ വഴി ഒരു ട്രെയിനിങ് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. അതും ഈ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പല പപ്പായ, വേപ്പ്, അങ്ങനെ ഒരുപാട് പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിലൊരു പ്രിസർവേറ്റീവ്സും മറ്റ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ ശരിക്കും നാച്ചുറലായിട്ടുള്ള ഇതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. നല്ലൊരു മാർക്കറ്റ് കണ്ടുപിടിക്കാനും അതുവഴി ഒരുപാട് പ്രൊഡക്റ്റുകൾ വിപണിയിൽ ഇറക്കാനുള്ള ഇനിയുള്ള കാലങ്ങൾ ഞങ്ങൾക്കൊരു പ്രചോദനം ആകാൻ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം, ഞാൻ ജസീൽ ജമാൽ, സിനി ആർട്ടിസ്റ്റാണ്. RS നാച്ചുറൽ സോപ്പിൻ്റെ ഉദ്ഘാടകനായിരുന്നു ഞാൻ. ഒരു 2 ദിവസം ഈ സോപ്പ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഉദ്ഘാടനത്തിന് വന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊരു വീട്ടമ്മ തുടങ്ങിയൊരു സംരംഭമാണ്. അപ്പോൾ അത് വിജയിപ്പിക്കേണ്ട കടമ നിങ്ങളെപ്പോലെ തന്നെ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത്. അപ്പം താങ്ക് യു. ബിസിനസ് ന്യൂസ്, മീഡിയ വിഷൻ.